നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നു. നാളെ 2025 ഡിസംബർ 25 എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ക്രിസ്മസ് ആശംസകൾ. ക്രിസ്തുവിൻ്റെ ജനന ദിനമായ ഡിസംബർ 25 സന്തോഷപൂർവ്വം ക്രിസ്മസ് ആഘോഷിച്ചു വരുന്നു. പുതുവർഷത്തിൻ്റെ ആരംഭം മുഴുവനും ക്രിസ്മസോടുകൂടി ആരംഭിക്കും. നാട്ടിലെ ഉത്സവങ്ങളുടെ കാലമാണ്. ഏതായാലും ലോക ക്രിസ്ത്യാനികൾക്ക് ഒരു സമാധാന പൂർണ്ണമായ ക്രിസ്മസും നവവത്സര ആശംസകളും നേരുന്നു. നാളെ ഡിസംബർ 25 വർഷം 2025, അപ്രകാരം തന്നെ 1201 ധനുമാസം 10 നാളെ തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:43, അസ്തമം വൈകിട്ട് 6:06. നാളത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:30 മുതൽ 3 മണി വരെയുള്ള സമയമാകുന്ന രാഹുകാലം. നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. നാളത്തെ നക്ഷത്രവും നിങ്ങൾ മനസ്സിലാക്കണം. നാളെ കാലത്ത് 8:15 വരെ അവിട്ടം നക്ഷത്രവും 8:15 കഴിഞ്ഞാൽ ചതയം നക്ഷത്രവുമാകുന്നു. നാളത്തെ തിഥിയും പഞ്ചമി തിഥിയാണ്. ചന്ദ്രൻ ബലവാനായി വരികയാണ്. നാളെ വെളുത്തപക്ഷത്തിലെ പഞ്ചമി തിഥിയാണ്. നാളെ കഴിഞ്ഞാൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ മറ്റന്നാൾ ഷഷ്ഠിവ്രതമാണ്. അതിനാൽ ഷഷ്ഠിവ്രതത്തിന് വേണ്ട കാര്യങ്ങൾക്കൊക്കെയുള്ള ഒരിക്കൽ ഉപവാസങ്ങളൊക്കെ നാളത്തെ ദിനം ചെയ്യുന്നത് വളരെ ഗുണമാണ്. നാളത്തെ നക്ഷത്രം കാലത്ത് ഞാൻ സൂചിപ്പിച്ച അവിട്ടം, അത് കഴിഞ്ഞാൽ ചതയം നക്ഷത്രം. ചതയം പ്രായേണ ശുഭനക്ഷത്രമായി നാം പരിഗണിക്കാറുണ്ട്. പല മംഗളകാര്യങ്ങൾക്കും ചതയം നക്ഷത്രം നാം സ്വീകരിക്കാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളത്തെ ദിനം കാര്യമായി 8:15 മുതലാണ് ചതയം തുടങ്ങുന്നത്. അതിനാൽ സർപ്പക്ഷേത്ര ദർശനം, അപ്രകാരം കാലത്ത് വേണമെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമി ദർശനവും, അതിനുശേഷം സർപ്പക്ഷേത്ര ദർശനം, ആയില്യപൂജ, സർപ്പബലി, നാഗങ്ങൾക്ക് വഴിപാടായി ചെയ്യാം. നവഗ്രഹത്തിൽ രാഹുകേതു അർച്ചന ചെയ്യാം. ഓം രാഘവേ നമഃ, ഓം കേതവേ നമഃ എന്ന മന്ത്രം വളരെ പ്രാധാന്യത്തോടുകൂടി നിങ്ങൾക്ക് ഉച്ചരിക്കാം. സർപ്പപ്രീതിയിലൂടെ സന്താനങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും കൈവരും. അതിനാൽ സർപ്പപ്രീതി ചെയ്യണം. അപ്രകാരം സുബ്രഹ്മണ്യ സ്വാമിക്ക് നാളത്തെ ദിനം സുബ്രഹ്മണ്യ പൂജയോ അല്ലെങ്കിൽ സുബ്രഹ്മണ്യന് കടുംപായസമോ ഒക്കെ വഴിപാടായി ചെയ്യാം. മറ്റന്നാൾ ഏതായാലും ഷഷ്ഠിവ്രതം വരികയാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നാളത്തെ ദിനം ശുഭകരമായി തീരട്ടെ. നാളത്തെ മുഹൂർത്തവും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കണം. നാളെ കാലത്ത് 10:30 മുതൽ 12:30 വരെയുള്ള സമയം. എല്ലാ ശുഭകാര്യങ്ങൾക്കും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സമയം കണ്ടെത്തും. നാളെ സർക്കാർ സ്ഥാപനങ്ങളും ബാങ്കുകളും ഒക്കെ അവധി ആണ്. എങ്കിലും നാളത്തെ തീരുമാനങ്ങൾക്ക് വളരെ അനുകൂലമായ സമയമാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.